എല്ലാവരെയും? യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സാന്ദ്ര, അനഘ, ഹായ്. എങ്ങനെയുണ്ട്? ചെയ്ത് നോക്കിയാ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കുഴപ്പമില്ല. നമ്മൾ നാളെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്ത് ഒരു 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാവും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞു, പഠിത്തമൊക്കെ തുടങ്ങി. കൊറോണ കൂടി വരുന്നുണ്ടല്ലോ പാലക്കാട് അല്ലേ? പുറത്തൊന്നും പോണ്ടാട്ടോ. വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കുക, സൂക്ഷിച്ചിരിക്കുക. പിന്നെ മഴ, ഇന്നലെ നല്ല മഴയായിരുന്നു എന്നൊക്കെ കേട്ടു അല്ലേ? പാലക്കാട് നല്ല മഴയൊക്കെ പെയ്തു. വളരെ റെയർ ആയിട്ടാണ് പാലക്കാട് മഴ കിട്ടാറുള്ളത്. അതൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് വളരെ ചൂട്, പഠിക്കുമ്പോഴുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കുറഞ്ഞിട്ടുണ്ടാവും. കുറച്ചും കൂടി നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോ കുറച്ചും കൂടി പഠിക്കാൻ ഒരു ഉത്സാഹം വരും. ശരിയല്ലേ? ഭയങ്കര ചൂടിലിരുന്ന് ഫെഡപ്പ് ആവണേലും ബെറ്റർ ആണ് കുറച്ച് മഴയൊക്കെ പെയ്ത്. ഇപ്പൊ അങ്ങോട്ട് കുറച്ച് എന്തായാലും കുറച്ച് ദിവസം ഇത്തിരി ചൂടൊക്കെ കുറവുണ്ടാവും, നല്ല മഴയൊക്കെ കിട്ടും അല്ലെ? കറണ്ടിന്റെ ഒരു പ്രോബ്ലം ഇല്ലാതെ നോക്കുക കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്ത് പോവാ. നമുക്കറിയാം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ കുറച്ച് അത്യാവശ്യം തിയറി വെച്ചിട്ട് നമുക്ക് കയറി പോവാം. മാത്സിന് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. സോ വളരെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സൈനിൽ വ്യത്യാസം വരരുത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അത്യാവശ്യം സ്പീഡ് വേണം. സ്പീഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഇരുന്ന് പതുക്കെ കുത്തിപ്പിടിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ഒക്കെ നോക്കിയാൽ നമുക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്ത്, നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് ഇതല്ലേ മെത്തേഡ് എനിക്കറിയാം എന്ന് പറഞ്ഞ് വിടരുത്. അത് നമ്മൾ ഇരുന്ന് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് സ്പീഡ് കിട്ടുള്ളൂ. കയ്യിന് ഒരു വഴക്കം വരണം. നമ്മൾ പറയില്ലേ, എഴുതി തഴക്കം വരാന്ന് പറയും ഇല്ലേ? നമ്മുടെ പാലക്കാട് ഭാഷയിൽ പറഞ്ഞ എഴുതി തഴക്കം വരണം കൈക്ക് ഇല്ലേ? തഴക്കം വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ കൈക്കൊരു ഫ്ലെക്സിബിലിറ്റി വരണം. മനസ്സിലായോ? അപ്പൊ അത് വരണമെങ്കിൽ നമ്മൾ മാക്സിമം അത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ആക്കണം. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ്. ശരി കേട്ടോ. മാളവിക ഹായ്, ജ്യോതിക ഹായ്. അറിയാവുന്ന പേരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, ബാക്കി ആരെയും കാണാനില്ല. കുറെ പേരുടെയൊക്കെ മറ്റേ 530 ആൻഡ്രോസ് 529 നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല, സാരമില്ല. എല്ലാവരും ഞാൻ വിഷ് ചെയ്തു. ഹായ് ഹായ് ഹായ്. നിങ്ങള് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടിരുന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യരുത്. നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ചടച്ചിടാന്നിരുന്ന് ചെയ്യണം കേട്ടോ. ചടപ്പടേന്നിരുന്ന് ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ നമ്മള് അന്ന് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7 നിർത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത്. 7 കംപ്ലീറ്റ് ചെയ്തു അല്ലേ? സോണിയ ഹായ്. സോണിയ 7 അല്ലേ? ജ്യോതിക ഹായ്. ശരി, അപ്പൊ ശരി. നമ്മള് എത്തിലാണ് നിർത്തിയതെന്നൊന്ന് നോക്കൂ, എന്നിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ അടിച്ചോളൂ കേട്ടോ. ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തോളൂ എത്ര വരെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. എന്റെ ഓർമ്മയില് 7 ആണ്. യെസ്, എത്ര പേര് ചെയ്തു? ഒന്ന് നോക്കൂ. ശരി, ആയിക്കോട്ടെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് വായിക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കൂ. For all values of theta 0 less than theta less than pi by 2. 0 less than theta less than pi by 2. The determinant of
the determinant of 1 minus cot theta 1, 1 cot theta minus cot theta 1 raised to minus 1 plus 1 minus tan theta 1, 1 tan theta minus tan theta 1 raised to minus 1 lies. ഏത് ഇന്റർവെല്ലിൽ ലൈ ചെയ്യണു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇന്റർവെല്ലിലാണ് അത് ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. സോ ചെയ്തോളൂ. ചെയ്യേണ്ടത് ആദ്യം ആ തന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഫസ്റ്റ്, അതായത് 1 മൈനസ് കോട്ട് തീറ്റ 1 1 കോട്ട് തീറ്റ മൈനസ് കോട്ട് തീറ്റ 1നെ റേഷ്യോ മൈനസ് 1നെ എ ആയിട്ട് എടുക്കുക, മറ്റേത് ബി ആയിട്ട് എടുക്കുക. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, അതാണ് കൺസെപ്റ്റ്. എന്നിട്ട് എയും ബിയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയ മെട്രിക്സ്, എ എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയ മെട്രിക്സ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. Where A is 1 minus cot theta 1. മറ്റേതിന്റെ ഇൻവേഴ്സ് എടുക്കണം. അതായത് 1 cot theta മൈനസ് cot theta 1ന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോ അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. 1 cot theta മൈനസ് cot theta 1 ഇൻവേഴ്സ്. ഇത് ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം. 2/2ന്റെ ഇൻവേഴ്സ് കാണാനുള്ള എളുപ്പമുള്ള മെത്തേഡ് അതാണ്. ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം, ഇതിന്റെ സൈൻ മാറ്റണം. അതാണ് അതിന്റെ ഇൻവേഴ്സ് പറയുന്നത്. ലെഫ്റ്റിലെ ഇങ്ങനെ ഈ ഡയഗണൽ മെയിൻ ഡയഗണല് ഇന്റർചേഞ്ച് ചെയ്യണം, റൈറ്റിലെ സൈൻ മാറണം. അപ്പൊ ഇത് വരുന്നത് 1 മൈനസ് cot theta 1 ഇൻറ്റു ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നോ ചേഞ്ച് ആണ്, കാരണം രണ്ടും 1 1 തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇടാം. ഇവിടെ സൈൻ മാറ്റും. അപ്പൊ ഇത് മൈനസ് cot theta ഇത് എന്തായിട്ടുള്ളൂ? അഡ്ജോയിന്റ് ആയിട്ടുള്ളൂ ബൈ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. ഡിറ്റർമിനന്റ് കാണും. ഇതിന്റെ ഡിറ്റർമിനന്റ് ഇത് അഡ്ജോയിന്റ് കാണാനുള്ള മെത്തേഡ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചെയ്തത് അഡ്ജോയിന്റ് ആണ്. ഇന്റർചേഞ്ചിങ് ദ എലമെന്റ്സ്, ഇവിടെ സൈൻ മാറ്റാം. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാല് 1 മൈനസ് കോട്ട് സ്ക്വയർ. അപ്പൊ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ആ രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 1 പ്ലസ് കോട്ട് സ്ക്വയർ നമ്മൾ പഠിച്ച ഫോർമുലയാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല cosec square theta ആണ്. 1 plus cot square is cosec square. 1 plus cot square is cosec square. അത് അവിടെ ഇട്ട് കൊടുക്കും ട്ടോ. അറിയില്ല അവര് ആദ്യം 1 by cosec square theta into ബാക്കിയുള്ളതൊന്നും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോ തുടങ്ങട്ടെ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എഴുതാൻ പറ്റും, പക്ഷേ 1 മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ. ഒന്ന് വേറൊരു ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അതിനകത്തൊരു 10 15 മൈനസ് കോട്ട് തീറ്റ സൊല്യൂഷൻ ഉണ്ട്. അതിപ്പോ മൈനസ് കോട്ട് തീറ്റ നമ്മൾ ചെയ്തു കൊടുക്കാം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മെയിൽ അയക്കണം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്? കോട്ട് തീറ്റ പ്ലസ് കോട്ട് തീറ്റ. Second row, second column. Minus cot square theta plus 1. Minus cot square theta plus 1. Laptop ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കൂ ട്ടോ.
മൊബൈലിൽ നിന്നുള്ള സൈനിലേക്കും കോസിലേക്കും ഒക്കെ ആക്കി കഴിഞ്ഞാൽ കോട്ടിനെ കോസ് ബൈ സൈൻ ആക്കാം, കൊസീക്കിനെ സൈൻ സ്ക്വയർ ആക്കാം. 1 ബൈ കൊസീക് എന്നുള്ളത് സൈൻ സ്ക്വയർ ആയിട്ട് മാറും. എന്നിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ ബി ചെയ്യണം. ഇതിന് പകരം സൈൻ സ്ക്വയർ കൊടുത്തോളൂ കേട്ടോ. 1 ബൈ കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ആണ്. 1 ബൈ കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ, സൈൻ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ ഒന്ന് എൽസിയം എടുക്കണേ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ മൈനസ് 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, മൈനസ് 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. നെക്സ്റ്റും അതുപോലെ മാറ്റും. ഇത് 2 കോട്ട് തീറ്റയാണ്, ദാറ്റ് ഈസ് 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഇത് എൽസിയം എടുത്തു കഴിഞ്ഞാൽ കട്ടായി പോകും. ഇവിടെ ഒരെണ്ണം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഓരോ ടേമിനെയും ഈ സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓരോ ടേംസിനെയും സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ചെയ്തോളൂ. ഓരോ ടേംസിനെയും സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓരോ ടേംസിനെയും സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ സ്ക്വയർ തീറ്റ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ട് ചെയ്താണ്. എൽസിയം എടുക്കും കേട്ടോ. അവിടെ എൽസിയം എടുത്താൽ ക്രോസ് ചെയ്യണം. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഇത് മാറ്റമൊന്നുമില്ല. മൈനസ് 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. താഴെ മാറ്റമില്ല. 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇത് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് എൽസിയം എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ ഫ്രാക്ഷൻസ് ഒക്കെ മാറിക്കിട്ടും. ഒരു വൃത്തിയുള്ളൊരു മാട്രിക്സ് നമുക്ക് കിട്ടും. അകത്തേക്ക് ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, അകത്തോട്ട് എടുക്കും. സൈൻ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ്, സൈൻ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. മെട്രിക്സിനെ നമ്മൾ പുറത്ത് കിടക്കുന്ന ഒരു എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് റൂള്, മെട്രിക്സിന്റെ റൂൾ അതാണ്. അപ്പൊ എല്ലാത്തിനെയും സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. എല്ലാത്തിനെയും സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. എല്ലാത്തിനെയും സൈൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ കയറുമ്പോൾ സൈൻ സ്ക്വയർ കട്ടാകും. ബാക്കി വരുന്നത് ഇത് സൈൻ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇത് മൈനസ് 2 ഒരു സൈനും കട്ട് ചെയ്തിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ. നെക്സ്റ്റ് എടുത്താലും ഒരു സൈനും പോയിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ. നെക്സ്റ്റ് സൈൻ സ്ക്വയർ പോയിട്ട് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇതെല്ലാം ഫോർമുലാസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലാസ് ആണ്. കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ ആണെങ്കിൽ കോസ് 2 തീറ്റയുടെ ഫോർമുലയും 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് സൈൻ 2 തീറ്റയുടെ ഫോർമുലയും ആണ്. അപ്പൊ ജസ്റ്റ് ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ട് അവിടെ വെക്കുക. അപ്പൊ ഇതിന് പകരം ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ. അറിയില്ലെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്യണേ. കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്.
അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തു. അപ്പൊ മെട്രിക്സ് ഇതിന് പകരം മൈനസ് കോസ് ടു തീറ്റ, ഇതിന് പകരം ഇവിടെ എഴുതിയ കാണില്ല അല്ലെ, മൈനസ് സൈൻ ടു തീറ്റ, മൈനസ് സൈൻ ടു തീറ്റ. എപ്പുറത്ത് ചെറുതാക്കി എഴുതാ കേട്ടോ, താഴെ എഴുതാ. നോക്കിക്കോളൂ. ഫസ്റ്റ് കോസ് ടു തീറ്റ അല്ല, മൈനസ് കോസ് ടു തീറ്റ മൈനസ് സൈൻ ടു തീറ്റ, സൈൻ ടു തീറ്റ മൈനസ് കോസ് ടു തീറ്റ. ഇതാണ് ആദ്യത്തെ മെട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതേപോലെ രണ്ടാമത്തെ ബി കൂടി ചെയ്തു നോക്കാം. ബി കൂടി ചെയ്യൂ കേട്ടോ, എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്താൽ ബി കൂടി ചെയ്യൂ. സെയിം പാറ്റേണിൽ ബി ചെയ്യാം. അറിയാത്ത ഫോർമുല സൈഡിൽ ബോക്സിലിട്ട് എഴുതുക. ഈ രണ്ട് ഫോർമുലാസ് ട്രിഗണോമെട്രിയിലെ എല്ലാ ഫോർമുലാസും അത്യാവശ്യമാണ്. ഈ രണ്ട് ഫോർമുലാസ് സൈഡിൽ നോട്ട് ചെയ്തിടുക. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് ടു തീറ്റയാണ്. ഇവിടെ എഴുതിയത് 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ടു തീറ്റയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ടു തീറ്റയാണ്. യെസ്, നെക്സ്റ്റ് ചെയ്തോളൂ. ഇതിപ്പോ നമ്മൾ എ ആണ് ചെയ്തത് കേട്ടോ. എ പ്ലസ് ബി ആണ് എക്സ്. എ മാത്രം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബി കണ്ടുപിടിക്കും. സിമിലർലി ബി, ബി കാണൂ, ബി കാണൂ, ബിയുടെ വാല്യൂ കാണും. സെയിം മെത്തേഡ് ബി. മൈക്ക് വേണേ. ബിയുടെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കും. ബിയുടെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേ സംഭവം തന്നെ, പക്ഷെ ടാൻ ആണെന്നേ ഉള്ളൂ. അപ്പൊ ചെയ്തോളൂ. ബി ഇസ് വണ്ണ് minus tan theta, tan theta 1. ഏതാ എന്റെ ഡിവൈസിൽ ഞാൻ പേര് എഴുതിയിട്ടുണ്ട്. അഡ്ജോയിന്റ് കണ്ടുപിടിച്ചോളൂ. ഇന്റർചേഞ്ച് അത് കിട്ടിയില്ലേ? ഞാൻ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തു കേട്ടോ. ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ 1, ഇവിടെ 1, സൈൻ മാറ്റി. അപ്പൊ ഇത് മൈനസ് ടാൻ തീറ്റ, ഇത് പ്ലസ് ടാൻ തീറ്റ divided by cross ചെയ്യുമ്പോ 1 plus tan square theta. 1 plus tan square theta 6 square ആണ്. 1 plus tan square theta 6 square ആണ്. അപ്പൊ ഇത് 6 square ആയിട്ട് മാറും. അപ്പൊ ആദ്യം അത് എഴുതു. 1 by 6 square theta into ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ടാൻ മൈനസ് 2 ടാൻ തീറ്റ 2 ടാൻ തീറ്റ ലാസ്റ്റിലെ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇത് സൈൻ ബൈ കോസ് ആക്കി മാറ്റും. സൈൻ ബൈ കോസ് ആക്കി മാറ്റും. 1 by cos square 1 by 6 square എന്നുള്ളത് കോസ് സ്ക്വയർ ആണ്. സോ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു മാറ്റിയതു 1 മൈനസ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ മൈനസ് 2 സൈൻ ബൈ കോസ് മൈനസ് 2 സൈൻ ബൈ കോസ്. ഇതും അതുപോലെ തന്നെ 2 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ 1 മൈനസ്
sin square theta by cos square theta. 1 minus sin square theta by cos square theta. LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് നേരത്തെ ചെയ്ത ഫോർമുല ആക്കുക. ഞാൻ cos square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, LCM എടുത്തു ട്ടോ. അപ്പൊ ഇത് cos square theta minus sin square theta. നെക്സ്റ്റ് വരുന്നത് മൈനസ് 2 sin theta cos theta. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സ്റ്റെപ്പ് ആണ്. അടുത്തത് 2 sin theta cos theta. ലാസ്റ്റ് വരുന്നത് cos square theta minus sin square theta. Cos square theta minus sin square theta. ഒന്ന് മാറ്റി എഴുതിക്കോളൂ. ഇത് cos 2 theta ആണ്, ഇത് minus sin 2 theta ആണ്, sin 2 theta cos 2 theta. നേരത്തെ അതേ ഫോർമുലാസ് തന്നെ. അപ്പൊ ഇത് cos 2 theta, ഇത് മൈനസ് sin 2 theta. cos 2 theta. അപ്പൊ നമുക്ക് എ കിട്ടി, ബി കിട്ടി. എക്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണും. എക്സ് പറഞ്ഞാൽ എയും ബിയും കൂടി ആഡ് ചെയ്യണം, എ പ്ലസ് ബി. അപ്പൊ ഈ കിട്ടിയ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് എക്സ് എയും ബിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എയുടെ പോലെ തന്നെയാണ് ബി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് കാണാ, എക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. അപ്പൊ ഈ കിട്ടിയ രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്യൂ. എയുടെ ഫസ്റ്റ് വാല്യൂ മൈനസ് കോസ് 2 തീറ്റ ആണ്, ബിയുടെ ആദ്യത്തെ വാല്യൂ പ്ലസ് കോസ് 2 തീറ്റ ആണ്. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോ 0 വരും. എക്സ് കാണൂ ട്ടാ, സ്റ്റെപ്പ് 8 ചെയ്യൂ, തെറ്റിക്കല്ലേ. എക്സ് കാണൂ, എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് എ പ്ലസ് ബി. എയും നമ്മുടെ കയ്യിലുണ്ട്, ബിയും കയ്യിലുണ്ട്. രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് വാല്യൂ കാണും. എക്സ് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി സിക്കൽ രണ്ടുകൂടെ ആഡ് ചെയ്തു. ഇത് മൈനസ് കോസ് 2 തീറ്റ ഫസ്റ്റ്, പിന്നെ മൈനസ് സൈൻ 2 തീറ്റ, ഇത് സൈൻ 2 തീറ്റ, ഇത് മൈനസ് കോസ് 2 തീറ്റ പ്ലസ് ബി. ഇതാണ് കോസ് 2 തീറ്റ മൈനസ് സൈൻ 2 തീറ്റ, സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യും. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. ഏത് ക്വസ്റ്റ്യൻ 7 ആണ്? അയ്യോ, അത് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? 7 ആണ് കേട്ടോ, 7th ക്വസ്റ്റ്യൻ ആണ്. 7 അല്ല, 7 ചെയ്ത് കഴിഞ്ഞതാ. 8th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. 7 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് 8th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. 7 നമ്മൾ ചെയ്തതാണ്. 7ലാണ് അന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോ ഫസ്റ്റ് വാല്യൂ മൈനസ് കോസ് 2 തീറ്റ പ്ലസ് കോസ് 2 തീറ്റ 0. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോ മൈനസ് 2 സൈൻ 2 തീറ്റ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോ 2 സൈൻ 2 തീറ്റ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോ 0. ഇതാണ് എക്സിന്റെ വാല്യൂ. നമ്മളോട് കാണാൻ പറഞ്ഞത് ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് എക്സ് ആണ്.
ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ആണ് കാണാൻ പറഞ്ഞത്. ചെയ്തോളൂ. 0 0 into 0 0 minus 4 sin square 2 theta plus ആകും. അപ്പൊ ഇതിന്റെ വാല്യൂ 4 sin square 2 theta. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് 4 sin square 2 theta കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. The determinant of ഈ സാധനം ലൈസ് എവിടെ ലൈ ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ലൈസ് ആണ് കാണേണ്ടത്. എവിടെ ലൈ ചെയ്യുന്നു എന്ന് കാണണം. സോ എവിടെ ലൈ ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് 0-നും π/2-നും ഇടയ്ക്കാണ് അല്ലേ? അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കൂ. നമുക്കറിയാം സൈൻ സ്ക്വയറിന്റെ റേഞ്ച്, സൈൻ സ്ക്വയറിന്റെ റേഞ്ച് 0 to 1 ആണ്. സൈൻ ആണെങ്കിൽ -1 to 1, സൈൻ സ്ക്വയർ ആകുമ്പോൾ 0 to 1. കാരണം സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ്സ് വരില്ല. മനസ്സിലായോ? അപ്പോ ഡിറ്റർമിനന്റ് ലൈസ് ഇൻ ദ ഇന്റർവെൽ എന്ന് കാണണമെങ്കിൽ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ദിസ് ലൈസ് ബിറ്റ്വീൻ, ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? സൈൻ സ്ക്വയറിന്റെ റേഞ്ച് 0 less than or equal to sin square 2 theta less than or equal to 1 ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? സൈൻ ആണെങ്കിൽ -1 മുതൽ 1 വരെയാണ്. പക്ഷെ ഇവിടെ സൈൻ സ്ക്വയർ ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് ലെഫ്റ്റിൽ വരില്ല. അപ്പൊ 0 less than or equal to sin square 2 theta less than or equal to 1 ആണ്. പക്ഷെ നമുക്ക് സൈൻ സ്ക്വയർ അല്ല വേണ്ടത്, 4 സൈൻ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ 4 സൈൻ സ്ക്വയർ കിട്ടാൻ ഈ ഇൻഇക്വാളിറ്റിനെ കംപ്ലീറ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ 0 less than or equal to 4 sin square 2 theta less than or equal to 4 ആയിട്ട് മാറും. So the answer is x lies in the interval 0 to 4. X lies in the interval 0 to 4. Closed interval 0 4. Each option correct answer. Closed interval 0 to 4. Closed interval 0 to 4. Option E answer. Option E answer. Option E answer. Hello sir. അത് ഫുൾ സ്ക്രീനിൽ അതാ വന്ന് കിടക്കുന്നത്. കുഴപ്പമില്ല അങ്ങനെ. ശരി ആയിക്കോട്ടെ. എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്റെ ഇല്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്ക് അന്നൊക്കെ കമന്റ് ഉണ്ടായിരുന്നു. ബോയ് ആരാന്നറിയില്ല അല്ലെ? ഞാൻ പറയാം കേട്ടോ. ആരോ ഒരാള് ഈ വൈറ്റ് ബോർഡിൽ എന്തൊക്കെയോ വരച്ചു കളിക്കുന്നുണ്ട്. ആരാന്നറിയില്ല. അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ചിത്രം വരയ്ക്കണ നന്നായിട്ടുണ്ട്. പ്രോപ്പർ ചെയ്യണതിന്റെ അടുത്ത് ചിത്രം വരയ്ക്കണേ. വൈറ്റ് ബോർഡിൽ നമുക്ക് കാണാം. ചെയ്യല്ലേ കേട്ടോ. സ്റ്റോപ്പ് ചെയ്യും. ആരാണ് ചെയ്തോളൂ. സ്റ്റോപ്പ് ചെയ്യൂ കേട്ടോ. Please stop. ആരാ മോനെ കറുത്ത കളറും ഇതാ ബ്ലൂ കളറൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് വരയ്ക്കുന്നുണ്ടല്ലോ? മോനാണോ മോളാണോ? ചെയ്യല്ലേ കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ?
ബോർഡിൽ ചെയ്യില്ല കേട്ടോ. സ്റ്റോപ്പ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ആരാടോ ഇത് ചിത്രം വരച്ച് കളിക്കണേ? മോനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ. Let a plus b. Let a plus b 3 4 5 2 1 2 1 3 0. A is symmetric and B is too symmetric. Then A is. അപ്പൊ ചെയ്യൂ, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ കേട്ടോ. A plus B 3 4 5 ഏതാണ്? A എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് half of P plus Q, where P is symmetric and Q is skew symmetric. അപ്പൊ P എന്ന് പറയുന്നത് half of A plus A transpose പഠിച്ച ഫോർമുലയാണ്. പിന്നെ മറ്റേത് half of അതേ ആവശ്യമുള്ളൂ. A is symmetric and P is skew symmetric, then A is. അപ്പൊ A is equal to half of 3 4 5 ടീച്ചറിന്റെ വീഡിയോ ഓഫ് ആണ് കേട്ടോ. ടീച്ചറിന്റെ വീഡിയോ ഓഫ് ആണ്. ഹലോ, ആ എന്റെ വീഡിയോ ഓഫ് ആയോ? അതെന്താ? നോക്കട്ടെ കേട്ടോ.
ശരി, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. A is equal to കണ്ടുപിടിച്ചോളൂ. ഹാഫ് ആദ്യം ആ തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതുക. 3 4 5 2 1 2 2 1 2 then 1 3 0 പ്ലസ് ഇതാ ഫോർമുല കേട്ടോ. A plus A ട്രാൻസ്പോസ്. അടുത്തത് ഇത് ട്രാൻസ്പോസ് ചെയ്യാം. 3 2 1 4 1 3 5 2 0 ആഡ് ചെയ്തോളൂ. ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഹാഫ് എടുക്കുക. അതാണ് ഫൈനൽ ആൻസർ. ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഹാഫ് എടുക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 3 plus 3 6 4 plus 2 6 5 plus 1 6 6 2 5 6 5 0. ഇതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയി. 3 3 3 3 1 5 by 2 3 5 by 2 0. Option A answer. Option A answer. Option A answer. Answer is option A. Option A answer. Okay ആണല്ലോ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കമ്പാരിറ്റീവ്ലി ബാക്കി ക്വസ്റ്റ്യൻ അപേക്ഷിച്ച് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്തത് ജസ്റ്റ് എ എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് എടുത്തു, രണ്ടൂടെ ആഡ് ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു. ഓക്കെ, പകുതി എടുത്തു കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ മെട്രിക്സ് M is given by, ക്വസ്റ്റ്യൻ ഒന്ന് നല്ലോണം വായിക്കൂ കേട്ടോ. MR is equal to R, R minus 1, R minus 1, R. R റേഞ്ച് ചെയ്യുന്നത് 1 2 3 etc. അപ്പൊ എത്ര വേണമെങ്കിലും പോവാം. Then determinant M1 plus determinant M2 plus etc. plus determinant M2013 is. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്കെല്ലാം കാണേണ്ടത് ഡിറ്റർമിനന്റ് M1 M2 M3 അങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ ആദ്യം ഡിറ്റർമിനന്റ് MR കണ്ടുപിടിച്ചു വെച്ചിട്ട് അതിൽ ആറിന് 1 കൊടുത്താൽ ഡിറ്റർമിനന്റ് M1 കിട്ടും, 2 കൊടുത്താൽ ഡിറ്റർമിനന്റ് M2 കിട്ടും, ലാസ്റ്റ് കിട്ടേണ്ടത് M2013 ആണ്. സോ ആറിന് 2013 കൊടുത്താൽ ലാസ്റ്റ് വാല്യൂ കിട്ടും. ഇതാണ് മെത്തേഡ്. സോ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഫസ്റ്റ് ഡിറ്റർമിനന്റ് MR കണ്ടുപിടിക്കും. ഡിറ്റർമിനന്റ് MR, ഡിറ്റർമിനന്റ് MR കാണും. ഡിറ്റർമിനന്റ് MR കാണും. equal to cross multiply ചെയ്യാം ട്ടോ. R square minus R minus 1 the whole square. R square minus R minus 1 the whole square. Summation sigma determinant MR equal to ഇതിൽ ഓരോന്നിനും അല്ലെങ്കിൽ ഒന്നിച്ചു കൊടുത്തോളൂ. ഡിറ്റർമിനന്റ് സിഗ്മ R square minus R minus 1 the whole square. Determinant summation കൊടുക്കണം. So summation R square minus R minus 1 the whole square. ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് M1 തൊട്ടാണ് കാണേണ്ടത്. അപ്പൊ R റേഞ്ച് ചെയ്യുന്നത് 1 മുതൽ എത്ര വരെ? 2013 വരെ. R റേഞ്ച് ചെയ്യേണ്ടത് 1 മുതൽ 2013 വരെ. കാരണം ലാസ്റ്റ് കാണേണ്ടത് 2013 ആയതുകൊണ്ടാണ്. സോ R ranges from 1 to 2013.
അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ആദ്യം 6-ന് ഇത്രയും വാല്യൂസ് കൊടുക്കുക. 2013 വരെയുള്ള വാല്യൂസ് കൊടുക്കുക. 6-ന് 1 കൊടുത്താൽ 1 സ്ക്വയർ. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷന് പകരമുള്ളതാണ്. അപ്പൊ 2 കൊടുത്താൽ 2 സ്ക്വയർ, 3 കൊടുത്താൽ 3 സ്ക്വയർ, ലാസ്റ്റ് വാല്യൂ 2013 സ്ക്വയർ കഴിഞ്ഞു. ഇതിന് മാത്രമാണ് നമ്മളിപ്പോ കൊടുത്തത്. R സ്ക്വയറിന് മാത്രമാണ് കൊടുത്തത്. 1 കൊടുത്താൽ 1 സ്ക്വയർ, 2 കൊടുത്താൽ 2 സ്ക്വയർ, 3 കൊടുത്താൽ 3 സ്ക്വയർ, എക്സെട്ര. 2013 കൊടുത്താൽ 2013 സ്ക്വയർ. ഇനി ഇവിടെ കൊടുക്കണം മൈനസ് കൊടുത്തോളൂ. 0 കൊടുക്കാൻ പറ്റില്ല, 0 കൊടുത്താൽ അല്ല സോറി 1 കൊടുക്കാൻ പറ്റില്ല, 1 കൊടുത്താൽ 0 കൊടുത്തോളൂ. 0 സ്ക്വയർ പ്ലസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താലും കുഴപ്പമില്ല. ഇനി 2 കൊടുത്താൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, ലാസ്റ്റ് എത്ര കൊടുക്കണം? 2013 കൊടുക്കണം. പക്ഷെ അത് -1 ആകുമ്പോ ഇത് 2012 സ്ക്വയർ ആയിട്ട് മാറും. 2012 സ്ക്വയർ ആയിട്ട് മാറും. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കും കേട്ടോ. സിംപ്ലിഫൈ ചെയ്തോളൂ. ഇത് 1 പ്ലസും 1 ഫുള്ള് മൈനസും ആണ്. അപ്പൊ ഇതാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏതോ ഒരു ടേം മാത്രം ബാലൻസ്. അത് ഏത് ടേം ആണെന്ന് കണ്ടുപിടിച്ചാൽ അതാണ് ആൻസർ. 1 സ്ക്വയറും -1 സ്ക്വയറും. കാരണം ഇവിടെ മൈനസ് ആണ് കേട്ടോ. ബ്രാക്കറ്റ് അപ്പൊ ഫുള്ള് നെഗറ്റീവ് ആകും. 2 സ്ക്വയറും 2 സ്ക്വയറും, 3 സ്ക്വയറും 3 സ്ക്വയറും. ഇതിന് തൊട്ട് മുമ്പിലത്തെ ടേം 2012 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അതും ഇതും കട്ടാകും. കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ടേം ഇത് മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് 2013 സ്ക്വയർ. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. 2013 സ്ക്വയർ. 2013 സ്ക്വയർ. ഓപ്ഷൻ ഏതാ നോക്കിയിട്ട് മാർക്ക് ചെയ്യും. 2013 സ്ക്വയർ. ഓക്കെ ആണല്ലോ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു. കുഴപ്പമില്ലല്ലോ? ശരി. യെസ് പിന്നെയാ ഓക്കെ മോളെ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് വായിച്ചോളൂ. ഇഫ് മെട്രിക്സ്, അത് എളുപ്പമുള്ള ക്വസ്റ്റൻ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. x മൈനസ് y, 2x plus z, 2x minus y, 3z plus w is equal to -1, 5, 0, 13. വാല്യൂസ് കണ്ടുപിടിക്കണം. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഒന്ന് ചെയ്തോളൂ. ചെയ്യൂട്ടാ. ഇക്വേറ്റ് ചെയ്യൂ. ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ട്രയൽ മെത്തേഡ് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. ഓപ്ഷൻസ് എടുത്തിട്ട് ട്രയൽ ആയിട്ട് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ട്രയൽ മെത്തേഡില് ഓപ്ഷൻ കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ് കേട്ടോ. നമ്മൾ ഇരുന്ന് സോൾവ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊടുത്തിട്ട് ഓപ്ഷൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാല് x minus y is equal to -1. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 2x plus z is equal to 5. തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3z plus w is equal to 13. ട്രയൽ ആൻഡ് എറർ കൊടുത്തിട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കും. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊടുത്തിട്ട് ഓപ്ഷൻ കാണാം. ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ. 2x minus y 0 കൂടി ഉണ്ട് കേട്ടോ. 2x minus y is 0. 4 ഇക്വേഷൻ അല്ലേ വരാം. 2x minus y 0 ചെയ്തോളൂ. ട്രയൽ മെത്തേഡ് കൊടുക്കൂ. ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ.
x1 ആണ് തോന്നുന്നു അല്ലെ? x1 അല്ലേ? യെസ്. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ നോട്ട് ക്ലിയർ ആ. അതെന്താ തന്നിരിക്കുന്നത്? ഒന്നുമില്ല, രണ്ടെണ്ണം ഈക്വൽ എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. അപ്പൊ എക്സും വൈയും ഇസഡും ഡബ്ല്യുവും കണ്ടുപിടിക്കണം, അത്രേ ചെയ്യാനുള്ളൂ. രണ്ടെണ്ണം രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എക്സും വൈയും ഇസഡും ഡബ്ല്യുവും കണ്ടുപിടിക്കാൻ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 11th ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ട്രയൽ ആൻഡ് എറർ കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ വരുന്നത് x1 ആണ് വരുന്നത്. x1 വരുന്ന ഓപ്ഷൻ എ ആകാം, ബി ആകാം, ഇ ആകാം. എ ആകാം, ബി ആകാം, സിയും ഡിയും പോയി, അല്ലെങ്കിൽ ഇ ആകാം കേട്ടോ. ഇ ആണോ സംശയം ഉണ്ട് കേട്ടോ മോളെ. ഇ ആണോ ചെക്ക് ചെയ്യൂ. x1 അപ്പൊ y 2 വന്നാലാണ് ഇത് -1 വരിക. അപ്പൊ ബിയും കറക്റ്റ് ആണ്, ബി കറക്റ്റ് അല്ല. ബിയിൽ y -2 ആ കൊടുത്തിട്ടുള്ളത്, ബി 2 ആണ് വരേണ്ടത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഇ. ഇ ആണ് കറക്റ്റ് ആൻസർ. ഇ ആണ് കറക്റ്റ്. യെസ്, ഇ ആണ്. അതെ, ഇ ആണ് കറക്റ്റ് ആൻസർ. ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ട്രയൽ എറർ മെത്തേഡ് കൊടുത്തിട്ട് എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യു രണ്ടെണ്ണം ശരിയാണെങ്കിൽ പിന്നെ ഓക്കെ ആവും കേട്ടോ. രണ്ടെണ്ണം ചെക്ക് ചെയ്താൽ മതി. എക്സിന് 1 കിട്ടി, വൈക്ക് 2 കിട്ടി. അങ്ങനെ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഇ ആണ്. സോ ദ ഓപ്ഷൻ വിൽ ബി ഇ. നന്നുണ്ടെങ്കിലേ ബാക്കിയുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നന്നില്ല, അപ്പൊ രണ്ടെണ്ണം കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ബാക്കി ഒന്നിനും രണ്ട് വാല്യൂസ് കറക്റ്റ് ആയിട്ട് വരുന്നതില്ല. അതെല്ലാം ചെയ്ത് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. രണ്ടെണ്ണം കണ്ടുപിടിക്കാം, എളുപ്പമുള്ള രണ്ടെണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. ഇപ്പൊ ആരാ ഒരു ബ്ലൂ വരച്ചത്? വരക്കില്ല കേട്ടോ അതില്. 12th ക്വസ്റ്റ്യൻ വായിച്ചോളൂ. If A is equal to Aij of order 2 by 2, where Aij is 2i plus j, B യും 2 by 2 ആണ്. B തന്നിട്ടുള്ളത്, Bij തന്നിട്ടുള്ളത് ഡിറ്റർമിനന്റ് I minus 2j ആണ്. അങ്ങനെയാണെങ്കിൽ A plus B the whole square കണ്ടുപിടിക്കണം. ചെയ്തോളൂ. A plus B the whole square കാണണം. അപ്പൊ എയും ബിയും മെട്രിക്സ് ഫോമിൽ ഫസ്റ്റ് ചെയ്തു. A is equal to മെട്രിക്സ് വാല്യൂ കൊടുത്തിട്ട് ചെയ്തു. എയുടെ വരുന്നത് A11, A12, A21, A22 ആണ്. അതിൽ നമ്മള് Aij തന്നിട്ടുള്ളത് 2i plus j ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യും. അപ്പൊ ഇത് 2 plus 1 3 ആകും. 2 plus 2 4 ആകും. 4 plus 1 5 ആകും. 4 plus 2 6 ആകും. ഇവിടെ വാല്യൂസ് കൊടുത്താൽ മതി കേട്ടോ. ഐക്കും ജെക്കും, ഐക്ക് 1 ജെക്ക് 1. അപ്പൊ ഫസ്റ്റ് വാല്യൂ കിട്ടി. ഐക്ക് 1 ജെക്ക് 2 കൊടുത്താൽ സെക്കൻഡ് കിട്ടി. ഐക്ക് 2 ജെക്ക് 1 കൊടുത്താൽ തേർഡ് കിട്ടി. രണ്ടിനും 2 കൊടുത്താൽ ലാസ്റ്റ് കിട്ടി. ഇനി ഇതേപോലെ ബി കണ്ടുപിടിക്കാം. ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് കൊടുക്കേണ്ടത് മോഡുലസ് I minus 2j ലാണ്. മോഡാണ് കേട്ടോ, സൈൻ എടുക്കണ്ട. 1 കൊടുത്താൽ 1 minus 2 -1 മോഡ് എടുക്കുമ്പോ 1. ഇനി 1 2 കൊടുത്താൽ 1 minus 4 -3 മോഡ് എടുത്താൽ 3. 2 കൊടുത്താൽ 2 minus 2 0. 2 minus 4 2. ഇതാണ് എയുടെയും ബിയുടെയും വാല്യൂസ്. ഇനി A plus B ഒന്ന് കണ്ടോളൂ, എന്നിട്ട് അത് സ്ക്വയർ ചെയ്യും. A plus B is ക്വസ്റ്റ്യനിൽ A plus B the whole square ആണ് വേണ്ടത്. So find A plus B. A plus B is matrix 3 plus 1 4, 4 plus 3 7, 5 plus 0 5,
6 plus 2 8. ഇനി അതിന്റെ സ്ക്വയർ ഒന്ന് കാണാം. ഡയറക്റ്റ് സ്ക്വയർ ചെയ്യരുത്, ഓർമ്മയില്ലല്ലോ പഠിച്ചത്. അത് ഇൻറ്റു അത് തന്നെ ചെയ്യും കേട്ടോ. മെട്രിക്സ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വരും. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു 4758 ഇൻറ്റു 4758. 4758 ഇൻറ്റു 4758 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുക, ഓപ്ഷൻ കാണുക. മൾട്ടിപ്ലൈ ചെയ്യൂ. 4 4s are 16 plus 35. 28 plus 56. 20 plus 40. 35 plus 64. Add ചെയ്തിട്ട് ആൻസർ ചെയ്തു. ഓപ്ഷൻ ഏതിന്റെയാണ്? ഇയോ സിയോ തന്നിട്ടുള്ള ആരൊക്കെയോ എന്തൊക്കെയോ ഓപ്ഷൻസ് എഴുതുന്നുണ്ട്. സി ആണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. സി ആണ് ഓപ്ഷൻ എന്നാണ് എന്റെ ഒരു അറിവേ. സി. യെസ്, സി ആണ്. 51, 84, 60, 99. സി ഓപ്ഷൻ. ഓപ്ഷൻ സി ആൻസർ. ഓപ്ഷൻ സി ആൻസർ. യെസ്, കറക്റ്റാ. ഓപ്ഷൻ സി ആൻസർ. ഓപ്ഷൻ സി ആൻസർ. ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. x1 plus 2x2 plus x3 is equal to 3. 2x1 plus 3x2 plus x3 is equal to 3. 3x1 plus 5x2 plus 2x3 is equal to 1. The system has എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം സൊല്യൂഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞാലേ ബാക്കി എത്ര ഉണ്ടെന്നോ എത്ര ഇല്ലെന്നോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സൊല്യൂഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എക്സസൈസില് നമ്മൾ കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അത് നോൺ സീറോ ആണെങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. സീറോ ആണോ നോൺ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് മെത്തേഡ്. സോ ഒന്ന് കണ്ടുപിടിച്ചോളൂ. കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണും. അതാണ് മെത്തേഡ്. x1 അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് 1, 2x2 അപ്പൊ 2, 1, 2, 3, 1, 3, 5 പിന്നെ 2. ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തെടുക്കും. ഇതാണ് കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. അത് സീറോ അല്ലെങ്കിൽ മാത്രമേ സൊല്യൂഷൻ ഉണ്ടാകുള്ളൂ. സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞാലേ നമുക്ക് ഒരു സൊല്യൂഷൻ ആണോ 2 എണ്ണാണോ 3 എണ്ണാണോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് ആദ്യം ഫൈനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ ചെക്ക് ചെയ്തോളൂ കേട്ടോ.
എന്തായി? എന്താ വാല്യൂ? 1 into 6 minus 5 minus 2 into 4 minus 3 plus 1 into 10 minus 9. 0 ആണ്. യെസ്, കറക്റ്റ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. 0 ആണെങ്കിൽ ആൻസർ ഇസ് നോ സൊല്യൂഷൻ. യെസ്, നോ സൊല്യൂഷൻ ആൻസർ. ആൻസർ no solution. No solution. Option E answer. Option E answer. Option E answer. Yes. Each option correct answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ഈ ക്വസ്റ്റ്യൻ നമ്പർ 14ഉം 15ഉം ഒരു വേറെ ടൈപ്പ് ആണ്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. അതില് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആദ്യം ABCD ഓപ്ഷൻസ് എന്താ നോക്കിക്കോളൂ കേട്ടോ. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് 1 is truer, statement 2 is truer, statement 2 is the correct explanation for statement 1. അതാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതെന്താ അറിയോ? അത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആകണം. നമ്മൾ കിട്ടുന്ന അവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ളത് വായിക്കാം. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകണം. ആ കറക്റ്റ് ആവുന്ന സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള റീസൺ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അതാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പക്ഷെ സെക്കൻഡ് കറക്റ്റ് ആയത് കൊണ്ടാണ് ഫസ്റ്റ് കറക്റ്റ് ആവേണ്ടതെന്ന് നിർബന്ധമില്ല. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. പിന്നെ മൂന്നെണ്ണം നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഒന്ന് ട്രൂ ആണ്, രണ്ട് ഫോൾസ് ആണ്. ഒന്ന് ഫോൾസ് ആണ്, രണ്ട് ട്രൂ ആണ്. ഒന്നും ഫോൾസ്, രണ്ടും ഫോൾസ്. ഈ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ്മെന്റ് ഒന്നും ട്രൂ ആകണം, സ്റ്റേറ്റ്മെന്റ് രണ്ടും ട്രൂ ആകണം. പക്ഷെ രണ്ട് ട്രൂ ആയത് കൊണ്ടാണ് ഒന്ന് ട്രൂ ആകുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് രണ്ട് പേരും ട്രൂ ആണ്, പക്ഷെ രണ്ട് ട്രൂ ആയത് കൊണ്ട് മാത്രമല്ല ആദ്യത്തേത് കറക്റ്റ് ആയത്. ആ രണ്ട് ഓപ്ഷൻസിന്റെ ക്ലാരിറ്റി വന്നിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചോളൂ കേട്ടോ. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 A തന്നിട്ടുണ്ട്. 3 minus 3 4, 2 minus 3 4, 0 minus 1 1. Adjoint A. Adjoint A. അതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് adjoint A is A എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഡിറ്റർമിനന്റ് adjoint A എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് A raised to n minus 1 the whole square ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ നോക്കണം. ഇത് നോക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയാ മെട്രിക്സില് ഡിറ്റർമിനന്റ്സിൽ പഠിച്ചിട്ടുള്ള റിസൾട്ട്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനില് നിങ്ങൾ ഒന്ന് ഡിറ്റർമിനന്റ് A കണ്ടുപിടിച്ച് വെച്ചേക്കും കേട്ടോ. അത് ആവശ്യമുണ്ട്. ആ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് അവിടെ വെക്കുക. എത്ര എത്തി നോക്കൂ കേട്ടോ. ഡിറ്റർമിനന്റ് A equal to ഫസ്റ്റ് കോളം വെച്ച് ചെയ്താൽ അതിലൊരു എലമെന്റ് 0 ഇല്ലേ അല്ലെ? നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ. വാല്യൂ കിട്ടിയാൽ മതി കേട്ടോ. 3 ഇൻറ്റു ഞാൻ ഫസ്റ്റ് കോളം വെച്ചിട്ടാണ് ചെയ്യുന്നത്. -3 + 4 -2 ഇൻറ്റു -3 + 4 ലാസ്റ്റ് വാല്യൂ 0.
അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3 into 1 minus 2 into 1 1 കിട്ടും. ഡിറ്റർമിനന്റ് A is 1 ആണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് A into adjoint A എക്ക് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് A into adjoint A എക്ക് ഈക്വൽ ആണോ എന്ന് അറിയണം. അപ്പോ യെസ്, അപ്പൊ ചെയ്യൂ. ഡിറ്റർമിനന്റ് A raised to n minus 2 into A ആണ്. Where n is the order of the matrix. Where n is the order of the matrix. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് this is equal to ഡിറ്റർമിനന്റ് A 1 ആണ്. So 1 raised to 3 minus 2 1 into A. That is equal to A തന്നെ കിട്ടും. So first statement is true. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. First statement is true. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡിറ്റർമിനന്റ് adjoint A. ഡിറ്റർമിനന്റ് adjoint A. കണ്ടുകൊള്ളൂ, ഇതേപോലെ തന്നെ ഡിറ്റർമിനന്റ് adjoint A. Determinant adjoint A is equal to determinant A raised to n minus 1 the whole square. Determinant A raised to n minus 1 the whole square. Determinant A raised to n minus 1 the whole square. അത് കറക്റ്റ് അല്ലേ നോക്കിക്കോളൂ. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്താൽ 1 ആണ്. ഡിറ്റർമിനന്റ് A raised to n minus 1 the whole square എടുത്താലും 1 raised to 2 square, that is 1 raised to 4, അതും 1 ആണ്. സോ രണ്ടും സെയിം ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ഇതിന്റെ അഡ്ജോയിന്റ് അല്ലേ, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പ്രൂവ് ചെയ്യണം? A raised to n minus 1 the whole square. n ന്റെ വാല്യൂ 3 ആണ്. 3 minus 1 the whole square എന്ന് പറഞ്ഞാൽ 2 square ആണ്. ഇത് 1 ആണ്, ഇതും 1 ആണ്. രണ്ട് സൈഡും സെയിം ആണ്. സോ the answer is രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. both 1 and 2 are correct. ഇനി നമുക്ക് സംശയം വരുന്നത് ഏത് ഓപ്ഷൻ ആണോ ബിത്തെ ഓപ്ഷൻ ആണോ കറക്റ്റ് എന്നാണ് അറിയേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ നോക്കിക്കോളൂ ട്ടാ. A കറക്റ്റ്, ബി കറക്റ്റ്. ബി കറക്റ്റ് ആയത് കൊണ്ടാണ് A കറക്റ്റ് എന്നാണ് പറഞ്ഞത്. ഇതും ഇൻഡിപെൻഡന്റ് ആണ്. ഇത് കറക്റ്റ് ആയതുകൊണ്ടല്ല ഇത് കറക്റ്റ് ആയത്. ഇതിന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും കറക്റ്റ് ആണ്. ഇത് സെപ്പറേറ്റ് ഫോർമുല, മറ്റേത് സെപ്പറേറ്റ് ഫോർമുല. സോ ബി ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ ആണ്. സോ ദ ഓപ്ഷൻ ഇസ് ഫസ്റ്റ് വൺ. ഏത് ഓപ്ഷൻ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ നമ്പർ 1 ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ.
ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ്. സെക്കൻഡ് കറക്റ്റ് ആയതുകൊണ്ടല്ല ഫസ്റ്റ് കറക്റ്റ്. ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് ആണ്. സെക്കൻഡ് ആയതുകൊണ്ടല്ല കറക്റ്റ് എന്നുള്ളത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ടും ഇൻഡിപെൻഡന്റ് ഫോർമുലാസ് ആണ്. ആദ്യത്തെ കറക്റ്റ് ആയതുകൊണ്ട് ആദ്യത്തെയും കറക്റ്റ്, രണ്ടാമത്തെയും കറക്റ്റ്. ആദ്യത്തെ കറക്റ്റ് ആവാനുള്ള റീസൺ അതിന്റെ ഫോർമുല ഉള്ളത് കൊണ്ട്, രണ്ടാമത്തെ കറക്റ്റ് ആവാനുള്ള റീസൺ രണ്ടാമത്തേത് കറക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ അല്ലെ? ശരിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ? യെസ്. 15th ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15. ഒരു ഡിറ്റർമിനന്റ് ആണോ അതോ മെട്രിക്സ് ആണോ തന്നിട്ടുള്ളത്? ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഏത് പറയുന്നത്? 2 x plus 2 0, x minus 2 3, x plus 2 0, minus x plus 2 4. Then A is a triangular matrix if x is equal to minus 2 or 2. Statement 2 പറയുന്നത് a square matrix Aij is called a triangular matrix if Aij is equal to 0 for I greater than j or I less than j. എന്താ ട്രയാങ്കുലർ മെട്രിക്സ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഡയഗണൽസ് മുഴുവൻ സീറോസ്, അപ്പർ പാർട്ട് നോൺ സീറോ ആണെങ്കിൽ അപ്പർ ട്രയാങ്കുലറും, ഓർമ്മയുണ്ടോ? മറന്നോ? ഒരു മെട്രിക്സ് നമ്മൾ എഴുതിയിട്ട് ഒരു മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡയഗണൽസ് എല്ലാം സീറോസ്. 0 0 0. ഇതില് അപ്പർ പാർട്ട് നോൺ സീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഈ ലോവർ പാർട്ട് മുഴുവൻ സീറോസ്. ഇതിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് പറയും. അപ്പറിൽ ഉണ്ട്, അപ്പറിൽ ആൾക്കാരുണ്ട്, ലോവറിലെല്ലാം സീറോസ്. ഇത് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ 0 0 0, അപ്പറിൽ എല്ലാം സീറോസ്. അപ്പൊ ഇത് രണ്ടും 0, പക്ഷെ ലോവറിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ നോൺ സീറോ വരുമ്പോ അപ്പർ ട്രയാങ്കുലറും നോൺ സീറോ പാർട്ട്, ഡയഗണലിന്റെ താഴെ കിടക്കുന്ന എലമെന്റ്സ് നോൺ സീറോ, ഡയഗണലിന്റെ മുകളിൽ കിടക്കുന്ന എലമെന്റ്സ് നോൺ സീറോ. ഇത് അപ്പർ, ഇത് ലോവർ. അന്നത്തെ ക്ലാസ് ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇത് അപ്പർ ആണ്, ദിസ് ഇസ് ലോവർ. ഇത് അപ്പർ ട്രയാങ്കുലർ, ഇത് ലോവർ ട്രയാങ്കുലർ. അപ്പർ ലോവർ, മുകളിൽ ആളുണ്ട് അപ്പൊ അപ്പർ ആളുണ്ട്, അപ്പർ. താഴെ ആളുണ്ട്, ലോവർ. സോ അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ. ആൾക്കാരുള്ളതാണ് നമ്മള് ഇപ്പൊ ആളുള്ള വീടാണ് സ്പെസിഫൈ ചെയ്യുക. ആളുള്ള വീടാണെങ്കിൽ നമുക്ക് അല്ലെ ആളുണ്ട്, അപ്പൊ ആളുള്ള സമയത്ത് ഇത് അപ്പറാണ്, അപ്പറിൽ ആളുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ പറയാ, മുകളിൽ ആളുണ്ട് അപ്പൊ അപ്പറിൽ ആളുണ്ട്. താഴെ ആളുണ്ടെങ്കിൽ ഒരു വീട് ഡബിൾ സ്റ്റോറി ആണെന്ന് വിചാരിക്കും, മുകളിൽ ആളുണ്ടെന്ന് പറഞ്ഞാല് അത് അപ്പർ, അതാണ് അപ്പർ. താഴെ ആളുണ്ടെന്ന് പറയുമ്പോൾ അത് ലോവർ ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. അത് ഓർത്തിരിക്കാൻ എളുപ്പം, അത് ആലോചിച്ചാൽ മതി കേട്ടോ. വീടിന്റെ മുകളിൽ ആളുണ്ട് അപ്പൊ അപ്പറിൽ, താഴെ ആളുണ്ട് ലോവർ. ഓക്കെ, ശരി. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കും. ആ മെട്രിക്സ് ഫസ്റ്റ് ചെയ്ത എന്നിട്ട് എക്സിന് 2 കൊടുക്കാം, എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 2 മെട്രിക്സ് കിട്ടും. അതെന്താ സംഭവം എന്ന് നോക്കിയാൽ മതി. എക്സിന് കൊടുത്തോളൂ, വാല്യൂസ് കൊടുക്കും കേട്ടോ. എക്സിന് കൊടുക്കേണ്ടത് ആദ്യം മെട്രിക്സ് എ ചെയ്തു, 2 x plus 2 0, x minus 2 3 x plus 2 0 minus x plus 2 4. ഓക്കെ അല്ലേ? ശരി. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എക്സിന് ആദ്യം -2 കൊടുത്തു നോക്കാം. put x is equal to -2. put x is equal to -2. അപ്പൊ 2 0 0 -2 കൊടുത്താൽ -4 3 0 0
ഇവിടെ എന്ത് വരും 4 4 കണ്ടോ ഡയഗണലിന്റെ മുകളിലുള്ളവരൊക്കെ 0 താഴെയുള്ളവരൊക്കെ നോൺ 0 അപ്പൊ ഇത് ലോവർ ട്രയാങ്കുലർ ആണ് ദിസ് ഇസ് ലോവർ ട്രയാങ്കുലർ ഡയഗണലിൽ 0 ആണ് നിർബന്ധമില്ല 0 ആയാലും പ്രശ്നമില്ല കേട്ടോ അപ്പൊ ഈ ഡയഗണലിന്റെ മുകളിലുള്ള ആൾക്കാർക്ക് ആളില്ല താഴെ ആളുള്ളൂ അപ്പൊ അത് ലോവർ ആണ് ഓക്കെ ആണല്ലോ അല്ലെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് എക്സിന് ഒരു വാല്യൂ കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എക്സിന് 2 കൊടുക്കാം സോ പുട്ട് x is equal to 2 എക്സിന് 2 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ മെട്രിക്സ് 2 4 0 0 3 4 0 0 4 0 0 4 അപ്പൊ നോക്കിക്കോളൂ ഡയഗണലിന്റെ താഴെയുള്ളവരെ കംപ്ലീറ്റ് സീറോസ് മുകളിലുള്ളവരെ നോൺ സീറോസ് നോൺ സീറോ ഒരു സീറോ മനസ്സിലായോ ഒരു കുട്ടി കുഴപ്പമില്ല അച്ഛനുണ്ട് ഡയഗണൽ ഉണ്ട് താഴെയുള്ള ആൾക്കാര് മുഴുവൻ സീറോസ് മുകളിൽ ആൾക്കാരുണ്ട് ഒരാള് 0 ആയതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ അപ്പൊ ഇത് അപ്പർ ട്രയാങ്കുലർ ആണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആണ് കണ്ടോ എന്ത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ കറക്റ്റ് അല്ലേ നോക്കിക്കോളൂ കേട്ടോ ഇനി സ്റ്റേറ്റ്മെന്റ് 2 എടുത്ത് നോക്കുക എന്താ സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കോളൂ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞാല് aij 0 for all I greater than j or I less than j അതിന്റെ നമ്മൾ ഒരു 3/3 എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും aij 0 ആകാനുള്ള കണ്ടീഷൻ എവിടെയൊക്കെ സീറോസ് ആകാം എന്നാണ് പറഞ്ഞത് അതായത് ഒന്നുമില്ലെങ്കിൽ ഐ ജെയിനേക്കാൾ റോയുടെ നമ്പർ കോളത്തിനേക്കാൾ ചെറുതാകണം അല്ലെങ്കിൽ വലുതാകണം അതായത് ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഉള്ളത് A21 ഇവിടെ A31 ഇവിടെ A11 A22 A33 ആണ് ഇവിടെ A21 വരും ഇവിടെ A32 വരും ഇത് A12 ആണ് ഇവിടെ A13 ആണ് ഇവിടെ A23 ആണ് അപ്പൊ ഇത് സീറോസ് ആകാം അല്ലെങ്കിൽ ഇത് സീറോസ് ആകാം ഇവിടെയൊക്കെ സീറോസ് വരുമ്പോഴാണ് ട്രയാങ്കുലർ ആകുന്നത് ആ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്തത് അല്ലേ സോ ദിസ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ് ഇതാണ് ഡെഫിനിഷൻ അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇത് അപ്പർ ആണോ ലോവർ ആണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ second ആണ് B is the second statement is the correct explanation for the first one മറ്റേത് അതായിരുന്നില്ല രണ്ടിനും വെവ്വേറെ ഫോർമുലാസ് ആയിരുന്നു ഇത് ബൈ ഡെഫിനിഷൻ ആണ് ഇതാണ് അപ്പറിന്റെയും ലോവറിന്റെയും എന്താ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അത് ഇതിൽ രണ്ടിലും കറക്റ്റ് ആണ് സോ കറക്റ്റ് ഓപ്ഷൻ is B ആണ് ഓപ്ഷൻ B second is the correct explanation for the first one option B correct answer Option B, correct answer. Option B, correct answer. Option B, correct answer. Now, 15th kind. Question number 16. Question number 16. Read the question. Given that, അതിന് താഴത്തോടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾമോസ്റ്റ് ഡിറ്റർമിനൻസ് ആണ് മെട്രിക്സ് ഇതുവരെ ഉള്ളത് രണ്ടും അങ്ങോട്ട് ലിങ്ക്ഡ് ആണ് പക്ഷെ മെജോറിറ്റി ക്വസ്റ്റ്യനും നമ്മള് താഴത്തെ ഇനി വരുന്നത് എന്താണെന്നറിയോ മറ്റേ സംഭവം കേട്ടോ ഏത് ഡിറ്റർമിനൻസ് ആണ് അപ്പൊ ശരി ക്വസ്റ്റ്യൻ വായിച്ചോളൂ given that x is equal to -9 is a root of determinant x37 ആ ഡിറ്റർമിനന്റ് ഒന്ന് എഴുതൂ ട്ടാ ഡിറ്റർമിനന്റ് x 3 7 2x2 last one 7
ഇനി ബാക്കി രണ്ട് റൂട്ട്സ് ആണ് കാണേണ്ടത്. ബാക്കി രണ്ട് റൂട്ട്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. എക്സ് പ്ലസ് 9 ഇങ്ങനെ ആഡ് ചെയ്താൽ എല്ലാവരുടെയും എക്സ് പ്ലസ് 9 കിട്ടും. കണ്ടോ? ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. സോ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്യും. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്യും. ഒന്നങ്ങടെ ആഡ് ചെയ്ത് പോകും, ഇങ്ങോട്ട് ആഡ് ചെയ്യും. സോ ഡിറ്റർമിനന്റ് x plus 2 plus 7 x plus 9 ആണ്. ഇത് ആഡ് ചെയ്താലും x plus 9 ആണ്. ആഡ് ചെയ്താലും x plus 9. പിന്നെ 2 0. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ x plus 9 കോമൺ ആയിട്ട് പുറത്തെടുക്കും. ബാക്കി ഡിറ്റർമിനന്റ് 1 1 1 2x2 7 6x equal to 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റൂട്ട്. കണ്ടോ? രണ്ട് പ്രോഡക്റ്റ് 0 ആകാനുള്ള കണ്ടീഷൻ എ ബി 0 ആണെങ്കിൽ either a 0 b 0. അതാണ് കണ്ടീഷൻ. a into b 0 ആകാനുള്ള കണ്ടീഷൻ. ഒന്നുമില്ലെങ്കിൽ 0 into 2 0 ആണ്. 0 അല്ല 2 into 0 അപ്പോഴും 0 ആണ്. ഇനി 0 into 0 ചെയ്താലും 0 ആണ്. ഇതാണല്ലോ രണ്ട് പ്രോഡക്റ്റ് 0 ആകാനുള്ള കണ്ടീഷൻ. അപ്പൊ നമ്മള് ഇത് എയും ഇത് ബിയും എടുത്താല് കണ്ടോ? എ 0 ആകുമ്പോഴാണ് x minus 9 വരുന്നത്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ബി 0 എന്നുള്ള കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സീറോസ് ആക്കാൻ പറ്റുള്ളൂ. C2 ചേഞ്ചസ് ടു C2 minus C1, C3 changes to C3 minus C1. പ്രോപ്പർട്ടി ചെയ്യാണ് എളുപ്പം. അറ്റേന്ന് നിങ്ങൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഇത് എപ്പോഴും മറക്കരുത് കേട്ടോ. രണ്ട് പ്രോഡക്റ്റ് 0 ആകണമെങ്കിൽ ഫസ്റ്റ് 0 സെക്കൻഡ് 0 അല്ലെങ്കിൽ രണ്ടും 0. ഇതാണ് അതിന്റെ ചാൻസസ്. ഇതാണ് രണ്ട് പ്രോഡക്റ്റ് 0 ആകാനുള്ള ചാൻസസ്. ഇത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഇത്, കാരണം ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി ബോധർ ചെയ്യണ്ട. നമ്മൾ ഇത് മാത്രം എടുത്ത് ചെയ്യാണ്. 1 1 1 2x2 7 6x equal to 0. ഓക്കെ, ഇതിൽ ഇവിടെ 0 ആക്കാം. അപ്പൊ C2 ചേഞ്ചസ് ടു C2 മൈനസ് C1. ഇവിടെ 0 ആക്കണമെങ്കിൽ C3 ചേഞ്ചസ് ടു C3 മൈനസ് C1 ചെയ്തോളൂ. ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല. 1 to 7. 1 ൽ നിന്നും 1 പോയാൽ 0. x ൽ നിന്നും 2 പോയാൽ x minus 2. 6 ൽ നിന്നും 7 പോയാൽ minus 1. 1 ൽ നിന്നും 1 പോയാൽ 0. 2 ൽ നിന്നും 2 പോയാൽ 0. x ൽ നിന്നും 7 പോയാൽ x minus 7 is equal to 0. എളുപ്പമായില്ലേ? രണ്ട് വാല്യൂ 0 കിട്ടി. അപ്പൊ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. സോ 1 into ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യൂ. x minus 2 x minus 7 ഇത് ക്രോസ് ചെയ്യുമ്പോ 0 equal to 0. അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, രണ്ട് പ്രോഡക്റ്റ് 0. രണ്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഫസ്റ്റ് വൺ 0 അല്ലെങ്കിൽ സെക്കൻഡ് 0. രണ്ട് പ്രോഡക്റ്റ് 0 ആകാനുള്ള കണ്ടീഷൻ ഫസ്റ്റ് വൺ 0 or the second is 0. അപ്പൊ x minus 2 0, x minus 7 0. അപ്പൊ x2 ഉം x7 ഉം കിട്ടും. x2 x7. x ന് 2 ഉം 7 ഉം വരുന്ന ഓപ്ഷൻ ബി ആണ്. സോ ദ ആൻസർ is B. B ആൻസർ. B is the answer. മനസ്സിലായല്ലോ അല്ലേ? B is the answer. B is the answer.
ക്ലിയർ? ഓക്കെ അല്ലേ? ഉറങ്ങിയിട്ടില്ലല്ലോ അവിടെ ആരും? ശരി, കുറച്ചിടയ്ക്ക് വെള്ളമൊക്കെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടേ സൈഡിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും ഡിറ്റർമിനന്റ് ബേസ്ഡ് ആണ്. 1a a square minus bc, 1b b square minus ca, 1c c square minus ab. ഇത് നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ പഠിച്ചിരുന്നു. എന്താണ്? ഒരു കോളത്തിലോ ഒരു റോയിലോ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അത്രയും ഡിറ്റർമിനൻസിന്റെ സം ആക്കി മാറ്റാം. അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തെ കോളത്തിൽ 2 എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡിറ്റർമിനന്റ് ആക്കി മാറ്റാം. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡിറ്റർമിനന്റിന്റെ സം ആക്കി മാറ്റും. സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡിറ്റർമിനന്റിന്റെ സം ആക്കി മാറ്റും. ചെയ്തോളൂ. ഡിറ്റർമിനന്റ് 1a a square, 1b b square, 1c c square plus determinant 1a minus bc, 1b minus ca, 1c minus ab. ഓക്കെ ആണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്? നമ്മളത് 2 ഡിറ്റർമിനൻസിന്റെ സം ആക്കിയിട്ട് മാറ്റി. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഫസ്റ്റ് റോനെ കംപ്ലീറ്റ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ എ ബി സി കിട്ടാൻ. സെക്കൻഡ് റോനെ കംപ്ലീറ്റ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ബി കിട്ടാൻ, അല്ല എ ബി സി കിട്ടാൻ, സോറി. ഇതിനെ കംപ്ലീറ്റ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴും ഇവിടെ എ ബി സി കിട്ടും. ഒരു കോമൺ എലമെന്റ് കിട്ടാനായിട്ട് R1 changes to സെക്കൻഡ് ആണ് കേട്ടോ. സെക്കൻഡ് ഡിറ്റർമിനന്റിനെയാണ് ചെയ്യുന്നത്. R1നെ A R1 ആക്കുക, R2നെ B R2 ആക്കുക, R3നെ C R3 ആക്കുക. പക്ഷെ നമുക്ക് വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും വേണം. അങ്ങനെയല്ലേ റൂള്? ഒരു സാധനം വെച്ച് വെറുതെ മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല. മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത് ഫുള്ള് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1/a പുറത്തെടുക്കുക. ഇത് ഫുള്ള് ബി കൊണ്ട് ചെയ്യുമ്പോൾ ഒരു 1/b പുറത്തെടുക്കുക. സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/c പുറത്തെടുക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മൾ അനക്കണില്ല, ഇത് അങ്ങനെ തന്നെ കേട്ടോ. ഡിറ്റർമിനന്റ് 1 ഞാൻ ഇനി എഴുതുന്നില്ല, D1 എഴുതിയിട്ടേ ഉള്ളൂ. സെയിം തന്നെ താഴെ വരും. ഇനി നമ്മള് ഒരു 1/a b c പുറത്തിട്ടു. റീസൺ മനസ്സിലായല്ലോ? ആദ്യത്തേനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തേനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി വെച്ച് ഡിവൈഡ് ചെയ്യണം. മൂന്നാമത്തേനെ സി വെച്ച് ചെയ്യുമ്പോൾ സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് എ ബി സി, ബി ബി സ്ക്വയർ മൈനസ് എ ബി സി, സി സി സ്ക്വയർ മൈനസ് എ ബി സി. ഓക്കെ സ്റ്റെപ്പ്. ഇനി ഒരു കോളത്തിലോ ഒരു റോയിലോ ആരെങ്കിലും ഒരാൾ കോമൺ ആയിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഫുള്ള് മൈനസ് എ ബി സി ഉണ്ട്, അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. അതിനെ ഫുള്ള് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പൊ D1 പ്ലസ് മൈനസ് എ ബി സി ആണ് പുറത്തെടുക്കുന്നത്. ബൈ താഴെ ഒരു എ ബി സി കിടപ്പുണ്ട്. ഡിറ്റർമിനന്റ് ബാക്കിയുള്ള ആൾക്കാരെ എഴുതു. എ സ്ക്വയർ 1, ബി ബി സ്ക്വയർ 1, സി സി സ്ക്വയർ 1. ഇത് രണ്ടും കട്ടായി പോകും. ഇത് രണ്ടും കട്ടായി പോകും. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കും കേട്ടോ. കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഈ ഡിറ്റർമിനന്റ് ഫസ്റ്റ് ഡിറ്റർമിനന്റ് ആക്കണമെങ്കിൽ 1 എത്ര പ്ലേസ് ഷിഫ്റ്റ് ചെയ്യണം എന്ന് മാത്രം നോക്കിയാൽ മതി. 1 ആദ്യം സെക്കൻഡ് പൊസിഷനിൽ വന്നു, അപ്പൊ നെഗറ്റീവ് ആയി. പിന്നെ തേർഡ് പൊസിഷനിൽ വന്നു, അപ്പൊ പോസിറ്റീവ് ആയി. 2 ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ പോസിറ്റീവ്, സിംഗിൾ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നെഗറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റോ കോളം ട്രാൻസ്ഫോർമേഷന്റെ മെത്തേഡ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ പ്ലസും, 2 ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇഫ് ഓൺലി 1 ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ
if only one transformation, the value of the determinant is negative. If two transformations, sign is positive. Sign is positive. നമ്മൾ ഇവിടെ എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട്? നിങ്ങളെ എല്ലാം കൂടി നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ ഇത് കണ്ടോ, ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഇതും സെക്കൻഡ് ഡിറ്റർമിനന്റ് ഇതുമാണ്. ഇവിടെ 1 കിടക്കുന്നത് ആദ്യത്തെ കോളം ആയിട്ടാണ്. എല്ലാം നോക്കണ്ട കേട്ടോ, ആദ്യത്തെ കോളത്തിലാണ് 1 1 1 കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് മൂന്നാമത്തെ കോളത്തിലാണ്. ഈ മൂന്നാമത്തെ കോളത്തിൽ നിന്ന് നമ്മൾ ഇതിനെ ഒന്നാമത്തെ കോളത്തിലേക്ക് കൊണ്ടുവരണം, ഇത് രണ്ടും ഒരുപോലെ ആക്കാനായിട്ട്. അപ്പൊ ഇത് ആദ്യം ജമ്പ് ചെയ്ത് ഒറ്റയടിക്ക് ഇതിൽ വരില്ല. ഇങ്ങനെ ചെയ്യേണ്ടതറിയോ? ഇത് ആദ്യം സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു, അപ്പൊ ഒരു ട്രാൻസ്ഫർമേഷൻ ആയി. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പൊ അത് 2 ട്രാൻസ്ഫർമേഷൻ ആയി. മനസ്സിലായോ? അപ്പൊ പോസിറ്റീവ് സൈൻ ആണ് വരിക. അപ്പൊ ഒന്ന് മാറ്റി എഴുതും കേട്ടോ. ആദ്യത്തെ ഡിറ്റർമിനന്റ് എഴുതിക്കോളൂ, 1a സ്ക്വയർ 1b സ്ക്വയർ 1c സ്ക്വയർ. പിന്നെ ഇതിന് തൊട്ട് മുമ്പത്തെ സൈൻ സ്റ്റെപ്പില് ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്, കണ്ടോ? മൈനസ് ABC/ABC ABC മാത്രമേ കട്ടായിട്ടുള്ളൂ, ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. സോ ഇത് മൈനസ് ആക്കാം. ഇനി നമ്മൾ പറഞ്ഞ 2 ട്രാൻസ്ഫർമേഷൻ ആക്കുമ്പോ ഇത് പ്ലസ് ആണ്. Option E answer. Next question. വായിച്ചോളൂ. Determinant a plus 1 a minus 1 minus b plus 1 b minus 1 c minus 1 c plus 1 plus determinant a plus 1 b plus 1 c minus 1 a minus 1 b minus 1 c plus 1 minus 1 the whole raised to n plus 2a minus 1 the whole raised to n plus 1 b minus 1 the whole raised to n c equal to 0. Then ns. അത് 0 ആകണമെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാ, അല്ല ഫസ്റ്റ് ഡിറ്റർമിനന്റ് എഴുതാ. സെക്കൻഡ് ഡിറ്റർമിനന്റിലെ ലാസ്റ്റ് റോയില് നോക്കിക്കോളൂ, -1 raised to n plus 2 ഉണ്ട്, -1 raised to n plus 1 ഉണ്ട്, -1 raised to n ഉണ്ട്. അപ്പൊ അതിൽ കോമൺ ആയിട്ട് നമ്മൾ 2 4 6 ഒരു റോയില് 2 4 6 ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ എലമെന്റ് ആണ് പുറത്തെടുക്കുക, ശരിയല്ലേ? 2 പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ -1 the whole raised to n plus 2 -1 the whole raised to n plus 1 -1 the whole raised to n ഇല്ല, ചെറിയ ആള് -1 raised to n ആണ്, അയാളെ പുറത്തെടുത്തിട്ട് എഴുതുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് ഡിറ്റർമിനന്റ് അതേപോലെ എഴുതു. സെക്കൻഡിൽ നിന്ന് -1 raised to n ഔട്ട്സൈഡ് എടുത്തിട്ട് എഴുതുക. ചെയ്തോളൂ, ചെയ്യൂട്ടാ, ഒന്ന് ചെയ്തോളൂ. ഫസ്റ്റ് ഡിറ്റർമിനന്റ് അതേപോലെ സെക്കൻഡിൽ നിന്ന് -1 raised to n പുറത്തെടുക്കുക. ഞാൻ D1 എഴുതുവാണേ.
സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഇപ്പൊ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. d1 പ്ലസ് മറ്റേ സാധനം പുറത്തെടുക്കും, -1 raised to n പുറത്തെടുക്കും. -1 raised to n പുറത്തെടുത്താൽ ഡിറ്റർമിനന്റ് a plus 1 b plus 1 c minus 1, a minus 1 b minus 1 c plus 1. ആദ്യത്തേന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ a മാത്രം വരും. രണ്ടാമത്തെ എന്താവും ആലോചിച്ചോളൂ കേട്ടോ. ഇതാണ് സ്റ്റെപ്പ്. -1 the whole raised to n plus 1. ഇത് നമുക്ക് വേണമെങ്കിൽ -1 the whole raised to n into -1 ആക്കി മാറ്റാം. കാരണം ഇത് x raised to m plus n ആണ്. x raised to m into x raised to n. ഇത് പുറത്ത് പോയ സ്ഥിതിക്ക് ഇവിടെ ബാക്കി -1 ആണ് ഉള്ളത്. അപ്പൊ ഒരു നെഗറ്റീവ് സൈൻ ബിയുടെ കൂടെ വരും. -1 raised to n പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ -1 ബാക്കി വരും. ഇനി അതേപോലെ -1 raised to n plus 2 സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. -1 raised to n plus 2 സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. സെറ്റ് ഈസ് ചെയ്തോളൂ. -1 raised to n into -1 square. ഇത് പുറത്ത് പോയിട്ടുണ്ട്. സോ -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. 1 വരും. അപ്പൊ ലാസ്റ്റ് എലമെന്റ് സി ആണ്. ലാസ്റ്റ് എലമെന്റ് സി പ്ലസ് 1 സി ആവും കേട്ടോ. സി ആണ്. ഇനി രണ്ടോടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്തു. ദിസ് ഇസ് സി. ഇത് സി ആയി. ഇനി d1 d2 എടുത്തിട്ട് ഒന്ന് ചെയ്തോളൂ കേട്ടോ. d1 d2 എടുത്തിട്ട് ഒന്ന് ചെയ്യാം. ഫസ്റ്റ് ഡിറ്റർമിനന്റ് ചെയ്തു. ഡിറ്റർമിനന്റ് a plus 1 a minus 1 minus b b plus 1 b minus 1 c minus 1 c plus 1 plus -1 the whole raised to n. ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മള് ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ഡിറ്റർമിനന്റ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ വെച്ചാല് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂവും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് വാല്യൂവും സെയിം ആണ്, ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ഇതിന് പകരം ഇതിന്റെ ട്രാൻസ്പോസ് ഇവിടെ എഴുതി വെക്കാം. അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. അപ്പൊ ഇതിന് പകരം ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് എഴുതാം. അപ്പൊ ഒന്ന് എഴുതിക്കോളൂ. ഡിറ്റർമിനന്റ് a plus 1 b plus 1 c minus 1. ഫസ്റ്റ് റോ മാറ്റിയിട്ട് ഫസ്റ്റ് കോളം ആക്കി. അടുത്തത് a minus 1 b minus 1 c plus 1. അടുത്തത് a minus b c. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഒന്നുമില്ല, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഒരു ട്രാൻസ്പോസ് ചെയ്ത് എഴുതി. ഇനി ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ a minus b c ഫസ്റ്റ് ആണ്, ഇവിടെ കിടക്കുന്ന ലാസ്റ്റ് ആണ്. കണ്ടോ? അപ്പൊ ഇതിനെ ആദ്യം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഒരു നെഗറ്റീവ് സൈൻ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ രണ്ട് നെഗറ്റീവ് സൈൻ. അപ്പൊ ഒന്ന് മാറ്റി ചെയ്തു കേട്ടോ. a plus 1 a minus 1 minus b b plus 1 b minus 1 c minus 1 c plus 1 plus -1 the whole raised to n. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ ഒരു മൈനസ്, ഇങ്ങോട്ടും കൂടി വരുമ്പോ രണ്ട് മൈനസ്. അത് ഞാൻ ഇവിടെ -1 സ്ക്വയർ ആയിട്ട് ഇട്ടു. അത്രയും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കാരണം ഈ a minus b c ഇവിടെ ഫസ്റ്റ് കോളം ആണ്. നമുക്ക് അപ്പൊ ഇതിനെ ഫസ്റ്റ് കോളത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ രണ്ട് ഷിഫ്റ്റിംഗ് നടത്തണം.
ഇത് ഇങ്ങോട്ട് വന്നു ഒരു മൈനസ്, ഇത് ഇങ്ങോട്ടും കൂടി വന്നു രണ്ട് മൈനസ്, അതിനെ -1 സ്ക്വയർ ആക്കി. ഇതേപോലെ ഇത് എഴുതി വെക്കുക. എ മൈനസ് ബി 0, പിന്നെ വരുന്നത് a + 1 b + 1 c - 1, a - 1 b - 1 c + 1. സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. രണ്ട് നെഗറ്റീവ്സ് പുറത്തോട്ട് വന്നപ്പ അത് -1 ദ ഹോൾ സ്ക്വയർ ആയി. രണ്ടെണ്ണം വരാനുള്ള കാരണം രണ്ട് കോളം നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് കോളത്തിനെ ഫസ്റ്റ് കോളം ആക്കണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ശരി. ഇനി ഇത് 0 ആകണമെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഈ രണ്ട് മെട്രിക്സും ഒരുപോലെയാണ്. കണ്ടോ, മെട്രിക്സ് ഒരുപോലെയാണ്, പക്ഷെ ഇത് നെഗറ്റീവ് വരണം അല്ലെ. ഇത് നെഗറ്റീവ് ആയാൽ ഇവിടെ പ്ലസ് മാറിയിട്ട് മൈനസ് ആയാൽ ഇത് മൈനസ് ചെയ്ത് 0 കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യും. ഇത് നെഗറ്റീവ് ആകണമെങ്കിൽ ഇത് x⁻m ന്റെ x⁻n ഫോമിലാണ്. അപ്പൊ അത് വരുന്നത് x⁻n+2 ആണ്. x⁻m × x⁻n, x⁻m+n. അപ്പൊ ഇത് പവേഴ്സ് ആഡ് ചെയ്യണം. ഇത് നെഗറ്റീവ് വരുന്നത് എപ്പോഴാ? -1 ന്റെ പവർ ഈവൺ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആണ്. ഓഡ് വന്നാൽ മാത്രമേ അത് എന്താകുള്ളൂ? നെഗറ്റീവ് ആകുള്ളൂ. അപ്പൊ ഇവിടെ ഓഡ് വരണമെങ്കിൽ എന്തായിരിക്കണം എന്ന് ആലോചിച്ചോളൂ. ഇവിടെ 1 വന്നാൽ -1³ നെഗറ്റീവ് ആയി, 2 വന്നാൽ വരില്ല, 3 വന്നാൽ -1⁵5 ഓഡായി, 5 വന്നാൽ 5 + 2 7 ഓഡായി അല്ലെ. അപ്പൊ ഇത് നെഗറ്റീവ് വരുന്നത് എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് n is odd. ഇതാണ് കണ്ടീഷൻ. n ഓഡ് ആകുമ്പോഴാണ് ഈ സംഭവം നെഗറ്റീവ് ആകുന്നത്. So the option is C. C answer. Option C. Option C correct answer. Option C. Any odd number. Any odd integer. Option C correct answer. Option C correct answer. Question number 18. Option C. Question number 18. Option C. Any odd integer. Any odd integer. ഓക്കെ അല്ലേ? ഇത്തിരി പണി ഉണ്ടായിരുന്നു, അതിന് കുഴപ്പമില്ല, കംഫർട്ടബിൾ ആ. സൈനിന്റെ ഇത്തിരി അങ്ങോട്ട് ഇങ്ങോട്ടോ സൈൻ മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നും. ശരി, അടുത്തത് നമ്മുടെ ഡിറ്റർമിനന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. √x + √y 2√z √z √yz plus √2x z √2z y plus √xz √yz z. ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കോളത്തിലും തേർഡ് കോളത്തിലും √z കോമൺ ആയിട്ട് കിട്ടും. അപ്പൊ സെക്കൻഡ് കോളത്തിൽ നിന്നും തേർഡ് കോളത്തിൽ നിന്നും √z കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെയ്തോളൂ. √z കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ചെയ്തോളൂ. √z ഇത് സെക്കൻഡ് കോളത്തിൽ നിന്ന് എടുത്തത്, തേർഡ് കോളത്തിൽ നിന്ന് √z പുറത്തെടുത്തു. ബാക്കിയുള്ളത് അവിടെ ചെയ്തു. ഡിറ്റർമിനന്റ് √x plus √y 2 1. അടുത്ത ചെയ്യുമ്പോ √yz plus √zx Next
രണ്ടാമത്തേത് റൂട്ട് ഇസഡ് റൂട്ട് 2. നെക്സ്റ്റ് y പ്ലസ് റൂട്ട് എക്സ് ഇസഡ് റൂട്ട് y റൂട്ട് ഇസഡ്. ഈ റൂട്ട് ഇസഡ് ഇൻറ്റു റൂട്ട് ഇസഡ് ഇസഡ് ആയിട്ട് മാറും അല്ലെ? ഇപ്പൊ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഇവിടെ മാക്സിമം സീറോസ് കൊണ്ടുവന്നിട്ട് ചെയ്യും. എന്താ മെത്തേഡ് എന്ന് ആലോചിച്ചോളൂ കേട്ടോ. ഇത് 2 ആണെന്ന് തോന്നുന്നു കേട്ടോ. സെക്കൻഡ് വൺ 2 ആണ്. സെക്കൻഡ് 2 ആണ് കേട്ടോ. ഇത് 2 ആണ്. 2x ആണ്. 2x ആണ്. 2x ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ 2 ആണ് കണ്ടോ. അപ്പൊ അടുത്ത ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത് C1 changes to column 1 changes to C1 minus. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ YZ ആണ്. ഇവിടെ വെറും Z ആണ്. അപ്പൊ ഇത് മൈനസ് ചെയ്ത് കട്ട് ചെയ്ത് പോണെങ്കിൽ റൂട്ട് y C2 വരും. റൂട്ട് y ഇൻറ്റു C2. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ റൂട്ട് 2x ആണ്. ഇവിടെ വെറും റൂട്ട് 2 ആണ്. അപ്പൊ അവിടെ റൂട്ട് 2x കിട്ടണമെങ്കിൽ മൈനസ് റൂട്ട് എക്സ് C3. റൂട്ട് എക്സ് C3. ഈ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. ചെക്ക് ചെയ്ത് അത് നോക്കണം കേട്ടോ. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അതൊന്ന് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തോളൂ. ഇത് റൂട്ട് സെഡിന്റെ റൂട്ട് സെഡ് ഇസഡ് ആയിട്ട് മാറും. ഡിറ്റർമിനന്റ്. ഇനി ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ മൈനസ് 2 റൂട്ട് വൈ മൈനസ് റൂട്ട് എക്സ്. സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് ചെയ്യൂട്ടാ. റൂട്ട് എക്സ് ഇവിടെ എഴുതിയ കാണില്ല. ഇവിടെ എഴുതിയാല് ഇവിടെ എഴുതിയ കാണോ? ആ, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ. ഞാൻ ഫസ്റ്റ് എലമെന്റ് ആണ് എഴുതുന്നത്. മൈനസ് 2 റൂട്ട് വൈ മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു 1 റൂട്ട് എക്സ്. ഇത് രണ്ടും കട്ടാവും. റൂട്ട് വൈയിൽ നിന്നും 2 റൂട്ട് വൈ പോയാൽ ബാക്കി മൈനസ് റൂട്ട് വൈ മൈനസ് റൂട്ട് വൈ. അതാണ് അവിടുത്തെ ഫസ്റ്റ് എലമെന്റ്. ഇനി അടുത്തത് അതേപോലെ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്തു. സെക്കൻഡ് കോളത്തിനും തേർഡ് കോളത്തിനും മാറ്റില്ല. അപ്പൊ അത് 2 1. അതൊക്കെ ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ഇതേപോലെ ചെയ്ത് നോക്കും കേട്ടോ. സെക്കൻഡ് എലമെന്റ് റൂട്ട് y z പ്ലസ് 2 റൂട്ട് എക്സ് മൈനസ് റൂട്ട് y z മൈനസ് 2x. ഇത് കട്ടായി. ഇത് കട്ടായി. അപ്പൊ ഇവിടെ 0. ബാക്കിയുള്ളത് മാറ്റില്ല. റൂട്ട് z റൂട്ട് 2